ഞങ്ങൾ നേരത്തെ താമസിച്ചിരുന്നത് ഒന്ന് റിനോവേറ്റ് ചെയ്യാനായിട്ടാണ് ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷേ ഈ റിനോവേഷനും ബാക്കിയുള്ള കാര്യങ്ങളിൻ്റെയൊക്കെ ബജറ്റ് നോക്കുമ്പോൾ അത് എന്തുകൊണ്ടൊരു ഒരു പ്രോജക്റ്റിലേക്ക് ചെയ്തു കൂടാന്നുള്ള ഒരു തോന്നൽ വന്നു. അത് മാത്രമല്ല, പിന്നെ ഈ കോൺസെപ്റ്റ്സിൻ്റെ വീഡിയോസും അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രോജക്റ്റിൻ്റെ ഇതൊക്കെ ഞങ്ങൾ നേരത്തെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. വൈഫാണെങ്കിൽ അവരുടെ പേജൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൂടുതൽ അപ്ഡേറ്റ്സ് ഇങ്ങനെ വരുമായിരുന്നു. ഞങ്ങൾക്ക് ആദ്യം ഇതിനോടൊരു താല്പര്യം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഈ സാധാരണ ഒരു ബിൽഡർ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റിൻ്റെ ആ രീതികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അപ്രോച്ച് അല്ലെങ്കിൽ ആ ഒരു ഡിസൈൻസൊക്കെയാണ് കുറച്ച് അപ്പീലിംഗ് ആയിട്ട് തോന്നിയത്. അങ്ങനെ പിന്നെ കോൺസെപ്റ്റ്സിന് തന്നെ ഇത് ചെയ്യണം എന്ന് അങ്ങനെയാണ് പിന്നെ അവരുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ പിന്നെ അതിൻ്റെ ഓരോ പ്രോജക്റ്റും അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഓരോ പ്രൊസീജിയേഴ്സും അതൊക്കെ ഡിസ്കസ് ചെയ്തു. നല്ലൊരു ആർക്കിടെക്റ്റിന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്പേസ് പോലും വെറുതെ കളയാനായിട്ട് ഉണ്ടാവില്ലെന്ന് തോന്നിയായിരുന്നു. അപ്പോൾ ഇവരുടെ കാര്യത്തിൽ അതൊരു 100%ഉം അത് എന്താ പറയുക, ഒരു ഫൈനൽ പ്രോഡക്റ്റിലേക്ക് വന്നപ്പോൾ 100% യൂട്ടിലൈസേഷൻ ഓഫ് എവറി പോസിബിൾ ഏരിയ അല്ലെങ്കിൽ എവറി പോസിബിൾ സ്പേസ് എന്നുള്ള രീതിയിലേക്ക് വന്നു. ഇൻഫാക്റ്റ് നമ്മളുടെ ഹൗസ് വാമിങ്ങിന് വന്നവരാണെങ്കിലും ദേ വർ ഓൾ വെരി ഇംപ്രസ്ഡ്. ഇത് കണ്ടിട്ട് ഡിസൈൻസ് കണ്ടിട്ട്. അതിൽ പലർക്കും ഇതിലും വലിയ വീടുകളും ഇതിലും വലിയ ബജറ്റിലൊക്കെ ഇതൊക്കെ ഉള്ളവരുണ്ട്. എന്നാൽ പോലും ഈ ഒരു യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു ലേ ഔട്ട്സ് നമ്മൾക്ക് ഈ കോമൺ ഏരിയാസാണ് ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കൂടുതലായിട്ട് യൂട്ടിലിറ്റി വരുന്നതെന്ന് തോന്നുന്നു ഇവിടെ. ഇൻഫാക്റ്റ് ഓവർ സൈസ്ഡ് ബെഡ്റൂംസ് അല്ലാതെ ആവശ്യത്തിനുള്ള ബെഡ്റൂംസ് മാത്രം, ആവശ്യത്തിനുള്ള ഒരു ഏരിയ മാത്രം ബെഡ്റൂംസിന് കൊടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം കോമൺ ഏരിയാസ് കുറച്ചുകൂടി ബെറ്റർ യൂട്ടിലിറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു ലൈറ്റും അല്ലെങ്കിൽ എയർ ഫ്ലോ ഉണ്ടല്ലോ, അതൊരിക്കലും ഒരു തരത്തിലും ഒരിടത്തും ഒരു കുറവ് വന്നിട്ടില്ല. ഇപ്പം പകലൊക്കെ ആണെങ്കിൽ ഒരു ലൈറ്റ് പോലും ഇടാതെ നമുക്ക് ഇതിനകത്ത് നന്നായിട്ട് കാണാനും പറ്റും. അതുപോലെ തന്നെ ഈ ക്രോസ് വെന്റിലേഷൻ ആണെങ്കിലും ഇവിടെ ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നല്ല കാറ്റ് വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ആ ഒരു എയർ ഫ്ലോ കറക്റ്റായിട്ട് എനിക്ക് തോന്നുന്നു എല്ലാ ഈ വീടിൻ്റെ മുക്കിലും മൂലയിലും വരെ അതെത്തുന്ന രീതിയിൽ തന്നെയാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ആർക്കിടെക്ചറൽ കംപ്ലീഷൻ വന്നിട്ടുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അപ്പർ ലിവിങ് ഉണ്ടല്ലോ, ആ അപ്പർ ലിവിങ് ഈ പാഷ്യോയാണ് എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. എല്ലാം ഇഷ്ടമാണ്, എന്നാലും കുറച്ചുകൂടി ഒരു ഗ്രേഡ് കൂടുതൽ നിൽക്കുന്ന ഈ രണ്ട് സ്ഥലമാണ്. അവിടെ എന്താണെന്ന് വെച്ചാൽ നല്ല നമ്മൾ ആ ഷട്ടർ തുറന്നിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ജനലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ആംബിയൻസ്, നല്ലൊരു കാറ്റും വെളിച്ചവും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ്. സാധാരണഗതിയിൽ എനിക്ക് തോന്നുന്നു ഇപ്പം സിവിൽ ഒരു ഗ്രൂപ്പ് ചെയ്യുമ്പോഴല്ലെങ്കിൽ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഡിസൈനിങ് ഓർ ഇൻറ്റീരിയർ അതെല്ലാം വേറൊരാൾ ചെയ്യുമ്പോഴും സാധാരണഗതിയിൽ ഒരു കോൺഫ്ലിക്റ്റ് വരാവുന്നതാണ്. പക്ഷേ ഇവിടെ രണ്ടുപേരും നല്ലൊരു കോർഡിനേഷൻ ആയിരുന്നു. ഇവരുടെ കോൺസെപ്റ്റ്സിൻ്റെ അല്ലെങ്കിൽ ഷിൻറ്റോയുടെ ഒരു പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക ഇതുള്ളത് എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രൊഫഷണലിസം ഉണ്ടല്ലോ, ഒരു പ്രൊഫഷണലിസ്റ്റ് അപ്രോച്ച്. അതായത് നമ്മൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു ടൈം ലൈൻ ഉണ്ടെങ്കിൽ ആ ഒരു ടൈം ലൈനിൽ തന്നെ അത് തീർക്കാനും, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കൊരു ഡെഡ് ലൈൻ തരുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഇവരുടെ ഇൻറ്റീരിയർ വർക്ക്സ് എനിക്ക് തോന്നുന്നു 60 ഡേയ്സോ ആ ഒരു ടൈം പീരീഡാണ് തന്നിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം 2 ദിവസമൊക്കെ അല്ലെങ്കിൽ ഒരാഴ്ച പോലും എക്സ്ട്രാ വർക്കിംഗ് അവേഴ്സിലൊക്കെ ചെയ്യേണ്ടി വന്നാൽ പോലും ആ സമയബന്ധിതമായിട്ട് തീർക്കാനായിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പിന്നെ കംപ്ലീറ്റ്ലി പ്രൊഫഷണൽസാണ്. എനിക്കൊരു ആ ഒരു കാര്യത്തിലൊന്നും ഒരു ഡൗട്ടോ ഒരു സന്ദേഹമൊന്നുമില്ല. കോമൺ ഏരിയയുടെ യൂട്ടിലൈസേഷൻ വരുന്നില്ലേ? കോമൺ ഏരിയയുടെ യൂട്ടിലൈസേഷൻ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു ക്ലോക്ക് ഇവിടെ ഹാങ്ങിങ് ക്ലോക്ക് ആണെങ്കിൽ ഇപ്പം കിച്ചണിൽ നിന്നാലും കാണാം, ബെഡ്റൂമിൽ നിന്നാലും കാണാം.
ഈ ഇവിടുത്തെ ലിവിങ് റൂമിൽ നിന്നാലും കാണാം. അപ്പം അത് മാത്രമല്ല, ഇപ്പോൾ ഈവൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കണക്ടിവിറ്റി കറക്റ്റായിട്ട് എല്ലായിടത്തും വരുന്നുണ്ട്. എന്നാൽ അതിനുള്ളൊരു പ്രൈവസി ഉണ്ട്. ഈവൻ ഫ്രണ്ടിൽ ഒരു റോഡ് അത്യാവശ്യം ട്രാഫിക്കുള്ള റോഡാണ്, എന്നിരുന്നാൽ പോലും ആ ഒരു ബഹളങ്ങളൊന്നും അകത്തേക്ക് വരാത്ത രീതിയിലുള്ള ഒരു ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്.